ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കുറച്ച് റബ്ബറിൻ്റെ കായാണ് എടുത്തേക്കുന്നത്. ഈ റബ്ബറും കാ വെച്ച് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് ഉണ്ടാക്കിയാലോ? ഈ റബ്ബറും കായിലൊക്കെ നമുക്കൊന്ന് കളറടിക്കണം. പക്ഷേ ഇത് ഡയറക്റ്റ് കളറടിച്ചാൽ ഡാർക്കായി പോവും. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് പേപ്പർ ടേപ്പാണ് എടുത്തേക്കുന്നത്. ഈ പേപ്പർ ടേപ്പ് നമ്മൾ ഈ റബ്ബറും കാ മുഴുവനായിട്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അല്ല ടിഷ്യൂ പേപ്പർ എന്താണെങ്കിലും നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ റബ്ബറും കായയിൽ വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഏത് കളറാണോ പെയിൻ്റ് അടിക്കേണ്ടത് അതടിക്കുവാണെങ്കിൽ നല്ല ബ്രൈറ്റ് കളറിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ റബ്ബറും കാ അറിയാമല്ലോ, അതൊരു ഡാർക്ക് കളറല്ലേ. അപ്പം നമ്മൾ ഏത് കളർ അടിച്ചാലും ആ ഒരു ഡാർക്ക് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ പേപ്പർ ടേപ്പ് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ നമ്മൾ ഒട്ടിക്കുമ്പോൾ അധികം ചുളിവില്ലാതെ വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ. അതിനായിട്ടാണ് ഞാൻ ഈ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ റബ്ബറും കാ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരുവിധം നല്ല ഉരുണ്ട നല്ല ഷേപ്പുള്ളത് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ പേപ്പർ ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു റെഡ് കളർ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഏത് പെയിൻ്റ് ആയാലും കുഴപ്പമില്ല. നമ്മൾ ഈ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ റബ്ബറും കാ ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ ഈ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഡാർക്കായിട്ട് തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 5-6 കാ ഓൾറെഡി അടിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതേ കായയിൽ ഒരു ബ്ലൂ കളറ് അടിച്ചു കൊടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. അടുത്തതായിട്ട് ഞാനൊരു ഗ്രീൻ കളറും കൂടെ ഈ ഒരു കായൽ അടിച്ചു കൊടുക്കുകയാണ്. പെയിൻ്റൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത പണി. ഞാനിവിടെ കുറച്ച് ഫെവിക്കോളാണ് എടുക്കുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഗ്ലിറ്റർ പൗഡറാണ്. എൻ്റെ കയ്യിൽ ഈ 3 കളർ ഗ്ലിറ്റർ പൗഡറേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ 3 കളറും പെയിൻ്റ് അടിച്ചത് നമ്മുടെ റബ്ബറും കായ്ക്ക്. അടുത്തതായിട്ട് നമ്മൾ ഡ്രൈ ആക്കി എടുത്തിരിക്കുന്ന ഈ റബ്ബറും കായയിലോട്ട് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫെവിക്കോള് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഗ്ലിറ്റർ പൗഡർ നമുക്ക് ഇതിലോട്ടൊന്ന് കുടഞ്ഞു കൊടുക്കാം. എല്ലാ വശത്തും ആകുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇതൊന്ന് കുടഞ്ഞെടുക്കാം. അപ്പം ഇതെല്ലാം അതിൽ ചേർന്ന് ഒട്ടിയിരുന്നോളും. കാരണം നമ്മൾ ഫെവിക്കോളാണല്ലോ അപ്ലൈ ചെയ്തേക്കുന്നത്. അത് നന്നായിട്ട് ഉണങ്ങുമ്പോൾ ഒട്ടിയിരിക്കുവേ. ഇതുപോലെ ഈ പച്ചയും നീലയും ചുവപ്പിലും എല്ലാം ഞാൻ ഗ്ലിറ്റർ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കൊരു ഫോം ഷീറ്റ് വേണം. ഞാനിവിടെ റെഡ് കളർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. 0.3 സെൻറ്റിമീറ്റർ വെച്ച് നമുക്ക് കുറച്ചൊരു നീളത്തിന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാവേ. അതിലും ചെറിയൊരു പീസ് കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വലിയ പീസിൻ്റെ എൻഡിലായിട്ട് ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ പീസിൻ്റെ 2 എൻഡും കൂടെ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഈ വലിയ പീസ് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് റോൾ ചെയ്ത് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിവശത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബോളിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. ഇതുപോലെ എല്ലാ ബോളുകൾക്കും ഞാൻ ഹാങ്ങിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. റെഡ് കളറ് ഞാൻ ഒത്തിരി പ്രതീക്ഷയോടെ ഒരുപാട് ചെയ്തതാണ്. പക്ഷേ എനിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഗ്രീനും ബ്ലൂ ഒത്തിരി ഇഷ്ടപ്പെട്ടെ. അപ്പം നിങ്ങൾക്കൊക്കെ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ റബ്ബറും കാ വെച്ച് നമ്മുടെ ക്രിസ്മസിന് അലങ്കരിക്കാൻ പറ്റുന്ന അടിപൊളി ബോൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.